ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ക്രിയേറ്റീവ് സായി. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കമ്മലും മാലും എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഇന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ചുരിദാറിൻ്റെ ടോപ്പും അതുപോലെ തന്നെ അതിൻ്റെ പെയിൻറ്റുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിസൈനും വരത്തൊക്കെ ഉള്ള കമ്മലും മാലയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ പാൻറ്റിൻ്റെ ആ ഒരു ഗോൾഡൻ വർക്കും അതുപോലെ ടോപ്പിലുള്ള ബ്ലാക്കിൻ്റെ വർക്കുമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മുമ്പത്തെ ഒരു ക്രാഫ്റ്റിന് വേണ്ടി എടുത്ത ഒരു കാർഡ്ബോർഡിൻ്റെ ബാക്കി ഒരു പീസിലാണ് ഞാനിന്ന് കമ്മലും മാലയ്ക്കും വേണ്ടിയുള്ള വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റൗണ്ടിന് വേണ്ടി പല ഷേപ്സും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലൂവിൻ്റെ ക്യാപ്പ് അതുപോലെ പെയിൻറ്റിൻ്റെ ഒക്കെ ക്യാപ്സാണ്. നമുക്ക് റൗണ്ട് വരച്ചെടുക്കാം. ഇപ്പോൾ റൗണ്ട് വരയ്ക്കുന്നത് നിർബന്ധമല്ല, സ്ക്വയർ ആകാം, ട്രയാങ്കിൾ ആകാം, അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഞാനിതിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ പിന്ന് വച്ചിട്ട് ഹോൾ ഇടുകയാണ്. അതായത് നമ്മൾ കമ്മലിൻ്റെ ഹാങ്ങിങ്സ് ആയാലും അതുപോലെ മാല കോർക്കാനുള്ള റിങ്സിന് വേണ്ടിയൊക്കെ ഹോൾ ആവശ്യമാണ്. അപ്പം ഇതിൽ ഞാനിവിടെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഹോൾസ് ഇടുമ്പോൾ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം. മാലയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് റൗണ്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്മൽ വെച്ച് നോക്കുമ്പോൾ മാലയുടെ പെൻഡൻറ്റ് ഇത്തിരി വലുതായിരിക്കണം. ഇത് ഹോം മെയ്ഡ് ക്ലേ. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കാർഡിലോ എൻ്റെ സ്ക്രീനിലോ ഞാൻ ഇടുന്നതാണ്. കാർഡ്ബോർഡ് കട്ട് ചെയ്യാനെടുത്ത അതേ ക്യാപ്സ് ആണ് ഞാനിവിടെ ക്ലേയിൽ കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം സാധാരണ നമ്മുടെ ഗ്ലൂ വെച്ചിട്ട് ഈ ക്ലേ കാർഡ്ബോർഡിലോട്ട് ഒട്ടിക്കാം. ക്ലേ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തൊട്ട് മുൻപ് കാർഡ്ബോർഡിൽ ഹോളിട്ടത് ഒന്നുകൂടെ ഒന്ന് ഹോളിട്ടിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാം. കാരണം ക്ലേ ഉണങ്ങിക്കഴിഞ്ഞാൽ ഹോളിടാൻ പാടാണ്. ഇതേപോലെ തന്നെ മാലയുടെ പെൻഡന്റ് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇതിപ്പോൾ ഉണങ്ങിയതിന് ശേഷമുള്ളതാണ്. നമുക്കിതിലേക്ക് കളർ കൊടുക്കാം. ഞാനിവിടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള മഞ്ഞയും കറുപ്പും ആക്രിലിക് പെയിൻ്റാണ് ഇവിടെ കൊടുക്കുന്നത്. ആക്രിലിക് പെയിൻറ്റ് 1 or 2 കോട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം ബാക്കി ഡീറ്റെയിലിംഗ് വർക്ക് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ മറുഭാഗത്ത് പെയിൻറ്റ് കൊടുക്കാം. ഇപ്പോൾ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ ഡ്രസ്സിൻ്റെ മാച്ചായിട്ടുള്ള ഡീറ്റെയിലിംഗ് വർക്ക് കൊടുക്കാം. ഈ ഒരു ചുരിദാർ ടോപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മഞ്ഞ കളറാണ്. അതുപോലെ പെയിൻറ്റും അതേ കളറാണ്. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ കളർ ലൈറ്റായിട്ടൊന്ന് മങ്ങിയതാണ്. ടോപ്പിൽ ഈ ഒരു ഡിസൈനാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാൻറ്റിലെ ഈ ഒരു ഡിസൈൻ ഈ ബ്ലാക്ക് ഇതിലും കൊടുക്കുന്നതാണ്. ഡ്രോയിങ് അറിയാത്തവർക്കും വളരെ ഈസിയിൽ വരയ്ക്കാൻ പറ്റുന്നതാണ് ഈ കുഞ്ഞു ഡീറ്റെയിലിംഗ് വർക്ക്സ്.
ഇത് എംബ്രോയ്ഡറി ത്രെഡാണ്. ഞാനിവിടെ മാലയുടെ ചെയിനിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 2 മഞ്ഞയും ഒരു കറുപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡ് ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം മുടി പിന്നുന്നത് പോലെ ഒന്ന് പിന്നിയെടുക്കാം. ഈ 3ൻ്റെ നീളം ഏകദേശം 1 മീറ്റർ വരും. അതായത് ഞാൻ ഡബിൾ ലെയർ ആയിട്ടാണ് ഞാനിവിടെ മാല ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 2ആയിട്ട് ഈ നൂല് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് കെട്ടിന് വേണ്ടിയുള്ള നൂല് പ്രത്യേകം ഞാനിതിൽ അറ്റാച്ച് ചെയ്യാണ്. നൂലുകൾ ജോയിൻ ചെയ്ത ഭാഗത്ത് ഞാൻ മഞ്ഞ കളർ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. മഞ്ഞയും കറുപ്പുമായിട്ടുള്ള കുഞ്ഞു മുത്തുകൾ വെച്ചിട്ട് ഈ ഡബിൾ ലെയറിൻ്റെ ഇടയിൽ ഞാൻ കോർത്തെടുക്കുകയാണ്. മുത്തുകൾ കോർക്കാനെടുത്ത നൂല് ബാക്കി ഇവിടെ പൊങ്ങി നിൽപ്പുണ്ട്. അത് ഞാൻ സിസേഴ്സ് വെച്ചിട്ട് മുറിക്കുന്നുണ്ട്. പിന്നെ അത് പിരിഞ്ഞു പോവാതിരിക്കാൻ അതിൻ്റെ എൻഡിലൊക്കെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ മുത്തിൻ്റെ പുറത്തൊന്നും ഗ്ലൂ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. എംബ്രോയ്ഡറി ത്രെഡ് കട്ടാവാതെ സൂക്ഷിക്കണം. കമ്മലിനും മാലയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റിങ്സ് വച്ചിട്ട് നമുക്ക് മാലയും കമ്മലൊക്കെ ഇവിടെ ജോയിൻ ചെയ്തെടുക്കാം. മാലയുടെ പെൻഡന്റ് നമുക്കിനി ചെയിനിൽ കോർത്തെടുക്കാം. ഡ്രസ്സിന് പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള മാലയും കമ്മലും നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സൊക്കെ തിരഞ്ഞെടുക്കും. പക്ഷേ അതേ മാച്ചിങ്ങിനുള്ള ഡിസൈൻസ് കിട്ടാൻ ഒരുപാട് പാടാണ്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്തൊരു വളയാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ സബ്സ്ക്രിപ്ഷൻ ബോക്സിലോ കാർഡിലോ എൻ്റെ സ്ക്രീനിലോ ഇടുന്നതാണ്. ഈ വളയിൽ വെള്ള പെയിൻറ്റ് കൊടുക്കാൻ കാരണം ഈ വള ഞാൻ മുമ്പ് ചെയ്തതാണ്. ഈ ഡ്രസ്സ് ഇപ്പോൾ കിട്ടിയതാണ്. ഈ ചുരിദാർ ഞാൻ തയ്ച്ചിട്ടില്ല. പുതിയ ക്രിയേറ്റീവ് ഡിസൈനുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇത്ര പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും മാലയും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.